തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്, അതായത് നമ്മുടെ തമ്പാനൂരിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ NH നമ്മുടെ പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് 3.8 കിലോമീറ്റർ മാത്രം മാറി പ്രാവച്ചമ്പലം മലയൻകീഴ് മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്കിതാ ഈ മുൻവശത്ത് നിന്ന് അകത്തേക്ക് ഇതുപോലെ ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്ത് സ്നേഹതീരം എന്നുള്ള പേരിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നല്ലൊരു പ്രൈസിന് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങിയെടുക്കാം. വളരെ മനോഹരമായിട്ടാണ് ഈ പ്ലോട്ട് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മൊട്ടമൂട് ജംഗ്ഷൻ വരെ അവിടെ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി മലയൻകീഴായി പോകുന്ന റോഡാണ്. ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ മച്ചയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററും പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3.8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും ഈ പറഞ്ഞൊരു സെയിം ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 3.25 കിലോമീറ്റർ ആ രീതിയിലാണ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന, തമ്പാനൂരിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ റോഡ് ആക്സസ് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇനി അതല്ല, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ചിന്മയ സ്കൂൾ, നമ്മുടെ നരുവാമൂടായിട്ട് ചിന്മയ സ്കൂളുണ്ട്. ഇനി അതല്ല, മലയൻകീഴ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ സ്കൂൾസും കോളേജസും മഹാകവി കോളേജൊക്കെ നമുക്കിവിടെ നിന്ന് മലയൻകീഴ് ബേസ് ചെയ്തിട്ടാണ്. ആ രീതിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം. അകത്തേക്ക് ഇതുപോലെ 5 മീറ്റർ വിഡ്ത്തിന് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ലോപ്പിനാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. അതിനകത്ത് ഓരോ തട്ടുകളാക്കി നല്ല രസമായിട്ടാണ് പ്രോപ്പർട്ടി ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എടുത്തു പറയേണ്ട കാര്യം, വളരെ പീസ്ഫുള്ളായിട്ടുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളുള്ള ലൊക്കേഷൻ. നമ്മുടെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വായുസഞ്ചാരവും അതുപോലെ തന്നെ സിറ്റിയിലായിട്ടുള്ള ബുദ്ധിമുട്ടോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പൊല്യൂഷനോ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ സെൻറ്റിന് വെറും 4 ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങിയെടുക്കാം. ഏറ്റവും മുൻവശത്തുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് മാറുന്നുണ്ടാവും. ഏറ്റവും മുൻവശത്തേക്കുള്ള പ്ലോട്ടൊക്കെ വരുമ്പോൾ പെർ സെൻറ്റ് 6 ലക്ഷം രൂപയും, ഏറ്റവും പിന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ തൊട്ട് നമുക്ക് ഇതിനകത്ത് പ്ലോട്ട്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിനി ഇതിനകത്ത് കൂടുതൽ പോർഷനായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു 10 സെൻറ്റായിട്ടൊക്കെ ഒരുമിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ 1-2 പ്ലോട്ടുകൾ ക്ലബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വിസിബിലിറ്റി നോക്കി, ആ സൈഡിൽ അങ്ങോട്ടേക്ക് നമുക്കിതുപോലെ കൃഷിയും വയലും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമ്മുടെ വന്നിട്ട് നല്ല ഉയരത്തിലിരിക്കുന്ന ലാൻഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലാണ് വിസിബിലിറ്റി കിട്ടുക. ഇപ്പോൾ വീടുകൾ വെക്കുമ്പോഴായാലും ഇങ്ങനെ തട്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് മറവൊന്നും വരത്തില്ല. ഇപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ മറവ് വരത്തില്ല. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ അടിപൊളിയായിരിക്കും. ഇവിടെ നിന്ന് വിസിബിലിറ്റിയും നമുക്ക് ഒരു രീതിയിലും മറവ് വരത്തില്ല. നല്ല രസമായിട്ടുള്ള ലൊക്കേഷൻ.